ഹായ്, നിങ്ങൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ എക്സസൈസ് കഴിഞ്ഞാൽ ഒരു പെയിൻ ഉണ്ടാവും നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ പെയിന് കാരണം നമ്മുടെ ഏത് മസിൽസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്തത് ആ മസിൽസിൽ ഉണ്ടാവുന്ന ടയറാണ്. ആ പെയിൻ കൂടുതലാണെങ്കിൽ അത് നിങ്ങളുടെ വർക്കൗട്ടിനെ ബാധിക്കുന്നതാണ്. സയൻസ് പ്രകാരം പെയിനുള്ള മസിൽസ് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. അതോടൊപ്പം മസിൽസ് റിക്കവറിയെ ബാധിക്കുകയും ചെയ്യും. സോ ഇൻ ഓർഡർ ടു മാക്സിമൈസ് യുവർ വർക്കൗട്ട് ഗെയിൻ, പോസ്റ്റ് വർക്കൗട്ട് സോർനെസ് കുറയ്ക്കാൻ ശ്രമിക്കണം. സോർനെസ് കുറയ്ക്കുവാൻ വേണ്ടി പലരും ഐസ് ബാത്ത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും പൂർണ്ണമായും ഫലവത്തല്ല. കാരണം ഐസ് ബാത്ത് നിങ്ങളുടെ മസിൽ സ്ട്രെങ്ത്തിനെയും മസിൽ ഗ്രോത്തിനെയും തടസ്സപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ സ്ട്രെച്ചിങ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ മസിൽ പെയിനെ കാര്യമായി നികത്താൻ കഴിയുന്നില്ല. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റീസെന്റ് ആയിട്ട് മസിൽ പെയിനും മസിൽ റിക്കവറിക്കും വളരെ പോപ്പുലറായ ഒന്നാണ് ഫോം റോൾ. ഇത് നമ്മുടെ മസിൽസ് മൊബിലിറ്റി കൂട്ടും. കൂടാതെ പോസ്റ്റ് വർക്കൗട്ടിൽ ഉണ്ടാകുന്ന മസിൽ സോർനെസിൽ നിന്ന് റിലീഫ് നൽകുന്നു. അതുകൊണ്ട് ഇത് മസിൽ റിക്കവറി സ്പീഡപ്പ് ചെയ്യുകയും ചെയ്യുന്നു. മസിൽ പെയിനെയും സോർനെസിനെയും ഇല്ലാതാക്കുകയും അടുത്ത വർക്കൗട്ടിനെ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു. വർക്കൗട്ട് കഴിഞ്ഞ് 2 മണിക്കൂറിനുള്ളിൽ ഇത് ചെയ്താൽ മതി. ഫോം റോൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ ഏത് മസിലിനെയാണ് വർക്കൗട്ട് ചെയ്തത് അതിലായിരിക്കണം ഫോം റോൾ ഉപയോഗിച്ച് ചെയ്യേണ്ടത്. ഫോം റോൾ ചെയ്യുമ്പോൾ മസിലിന് പ്രഷർ കൊടുത്തുകൊണ്ട് വേണം ചെയ്യുവാൻ. ഫോം റോൾ ഓരോ മസിൽസിനും 1 മുതൽ 2 മിനിറ്റ് വരെ ചെയ്തിരിക്കണം. ഇത്രയും പറഞ്ഞപ്പോൾ പലരും ആലോചിക്കും ഫോം റോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഫോം റോൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ലിങ്ക് ഇടുന്നുണ്ട്. ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ കഴിയുന്നതാണ്. എൻ്റെ പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വർക്കൗട്ട് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കരുത്. അതിന് പകരം കുറച്ച് ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് വേണം ഇരിക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലൈറ്റ് ആക്ടിവിറ്റീസ് ആയിരിക്കണം ചെയ്യേണ്ടത്. റിസർച്ച് പ്രകാരം നിങ്ങൾ വെറുതെ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ ലോ ഇൻറ്റൻസിറ്റി ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ അത് മസിൽ റിക്കവറി ബൂസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ വർക്കൗട്ട് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ കൂൾ ഡൗൺ ആക്ടിവിറ്റീസ് ചെയ്യുക. പ്രത്യേകിച്ച് അന്ന് വർക്കൗട്ട് ചെയ്ത മസിൽസിലായിരിക്കണം ചെയ്യേണ്ടത്. ഉദാഹരണമായി നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ലോവർ ബോഡിക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ലോ ഇന്റൻസിറ്റി സൈക്ലിംഗ് ചെയ്യാവുന്നതാണ്. വർക്കൗട്ട് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഫുഡിന്റെ കാര്യം. അതിനുവേണ്ടി നമ്മുടെ മാർക്കറ്റിൽ കണ്ടമാനം സപ്ലിമെന്റ്സ് ലഭിക്കുന്നതാണ്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് omega-3 ഫാറ്റി ആസിഡ് ആണ്. അത് മസിൽ റിക്കവറിക്ക് വളരെയേറെ സഹായിക്കുന്നതാണ്. omega-3 ഫാറ്റി ആസിഡിൽ കണ്ടമാനം ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് നിങ്ങളുടെ മസിൽസിന്റെ സോർനെസ്സിനെ കുറയ്ക്കുകയും റിക്കവറി പെട്ടെന്നാക്കുകയും ചെയ്യും. നിങ്ങൾ ഒരു ദിവസം 1 മുതൽ 3 ഗ്രാം വരെ omega-3 ഹൈ ക്വാളിറ്റി സപ്ലിമെന്റ്സ് കഴിക്കാൻ ശ്രമിക്കണം. ഞാൻ ഇവിടെ ഒരു ലിങ്ക് ഇടുന്നുണ്ട്. ആ ലിങ്കിൽ പോയി നിങ്ങൾക്ക് അത് വാങ്ങിക്കുവാൻ കഴിയുന്നതാണ്. omega-3 നിങ്ങളുടെ മസിൽ റിക്കവറിക്ക് മാത്രമുള്ള ഒരു സപ്ലിമെന്റ് അല്ല. അത് ഹാർട്ടിനെ വളരെയേറെ സഹായിക്കുകയും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഇല്ലാതാക്കാൻ കൂടുതൽ സഹായിക്കുന്ന ഒരു സപ്ലിമെന്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ കഴിക്കുന്നത് വളരെ ഗുണമുള്ളതാണ്. 1 ഗ്രാം മുതൽ 3 ഗ്രാം വരെയാണ് കഴിക്കേണ്ടത്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ആവേശത്തോടെ വെയിറ്റ് എടുത്ത് പൊന്തിക്കുകയും അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുകയും ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. വർക്കൗട്ട് പതുക്കെ വെയിറ്റ് കൂട്ടി ചെയ്യുവാൻ ശ്രമിക്കുക. മസിൽ പെയിൻ മാറ്റുവാനും മസിൽ റിക്കവറിക്കും വേണ്ടി ഫോം റോൾ ഉപയോഗിച്ച് എല്ലാ മസിൽസിനും കൂടി ഒരു 10 മിനിറ്റോളം വർക്കൗട്ട് ചെയ്യേണ്ടതാണ്. കൂടാതെ വർക്കൗട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആക്റ്റീവായിരിക്കും, ലൈറ്റ് ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് ആക്റ്റീവായിരിക്കുവാൻ ശ്രമിക്കുക. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ ഡെയിലി omega-3 കൺസംഷൻ 1 മുതൽ 3 ഗ്രാം ആക്കി ചെയ്യുവാൻ ശ്രമിക്കുക. റിപ്പീറ്റ് ചെയ്യുന്നു, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് കൂട്ടി വർക്ക് ചെയ്യരുത്. പ്രോഗ്രസീവായിട്ട് കുറേശ്ശെ വെയിറ്റ് കൂട്ടി പ്രവർത്തിച്ചു. ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മസിൽ റിക്കവറിയും പെയിന് ഇല്ലാതാക്കുവാനും കൂടാതെ നിങ്ങളുടെ വർക്കൗട്ട് ശാസ്ത്രീയമായി മാറുകയും ചെയ്യുന്നു. അത് ശരീരത്തിന് വളരെയേറെ ഗുണം ചെയ്യുമെന്ന് വിചാരിക്കും. നിങ്ങൾ വളരെ സ്കിന്നി ആയിട്ടുള്ള ആളാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മസിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എൻ്റെ ഈ വീഡിയോ കാണും. ഓൾ ദ ബെസ്റ്റ്.